ലക്ഷങ്ങൾ കൊടുത്താണ് വേട്ടക്കാരൻ ആ നായ്ക്കുട്ടിയെ വാങ്ങിയത്. അതിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. വെള്ളത്തിന് മുകളിലൂടെ നടക്കും. നായയുടെ കഴിവ് തന്റെ കൂട്ടുകാരെ കാണിക്കാൻ അയാൾ തീരുമാനിച്ചു. അവരെയെല്ലാം വിളിച്ച് നായയെയും കൂട്ടി അയാൾ വേട്ടയ്ക്കിറങ്ങി. തടാകത്തിലുണ്ടായിരുന്ന അരയന്നത്തെ വെടിവെച്ചിട്ടു. ഉടൻ നായ വെള്ളത്തിന് മുകളിലൂടെ നടന്നു ചെന്ന് അരയന്നത്തെ എടുത്തുകൊണ്ടുവന്നു. സുഹൃത്തുക്കളിൽ നിന്ന് ഒരു പ്രതികരണവും പക്ഷേ ഉണ്ടായില്ല. മടങ്ങും വഴി വേട്ടക്കാരൻ അവരോട് ചോദിച്ചു, ഈ നായയിൽ അസാധാരണമായ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരാൾ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു. ഇതിന് നീന്താൻ അറിയില്ല. നോക്കുന്നതാണ് കാണുന്നത്, അന്വേഷിക്കുന്നതാണ് കണ്ടെത്തുന്നത്. ഒരിടത്ത് നന്മ കാണാനാകാത്തതിന് കാരണം ഉള്ളിൽ നന്മയില്ലാത്തതോ തേടുന്നത് നന്മയല്ലാത്തതോ ആകാം. എന്ത് തിരഞ്ഞിറങ്ങുന്നുവോ അതൊഴിച്ച് മറ്റെല്ലാം അപ്രസക്തമാവും, അപ്രത്യക്ഷവുമാകും. അശുഭദർശകൻ കാണുന്നത് മുഴുവൻ അശുദ്ധമായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ചോ ആരുടെയെങ്കിലും പോരായ്മകളെക്കുറിച്ചോ സംസാരിക്കാനില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും. അപരന്റെ നന്മകളിലും നേട്ടങ്ങളിലും അവർ നിശബ്ദരാകും. ആരുടെയെങ്കിലും അധികം യോഗ്യതകൾ പ്രശംസിക്കപ്പെട്ടാൽ അവയെല്ലാം തകർത്ത് കളയുന്ന അപവാദങ്ങൾ അവർ നിരത്തും. സ്വയം സംശയിച്ചു തുടങ്ങുന്നിടത്ത് അവരുടെ ദുരന്തവും ആരംഭിക്കും. നന്മ തേടുന്നവരുടെ കണ്ണുകളിൽ കറ പിടിക്കില്ല. ഏത് കൂരിരുട്ടിലും ഒരു മിന്നാമിനുങ്ങിന്റെ സാന്നിധ്യം അവർ കണ്ടെത്തും. സ്വയം നിർമ്മാണത്തിലും പുനഃക്രമീകരണത്തിലും ഏർപ്പെട്ടിരിക്കുന്ന അവർക്ക് അന്യന്റെ കുറവുകൾ തേടി അലയാൻ സമയവും സാഹചര്യവും ലഭിക്കില്ല. എന്ത് കാണുന്നു എന്നത് എന്തിന് കാണുന്നു, എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സുഗന്ധം അന്വേഷിക്കുന്നവരാണ് പൂവ് കണ്ടെത്തുന്നത്. അല്ലാത്തവരെല്ലാം ഇലയിലും മുള്ളിലും അവസാനിക്കും. അപരനിലെ അസാധാരണത്വം തിരിച്ചറിയാൻ അനിതര സാധാരണമായ വിനയവും വിശുദ്ധിയും ഉണ്ടാകണം. സ്വന്തം കഴിവുകൾ തിരിച്ചറിയുന്നത് സ്വാശ്രയത്വമാണെങ്കിൽ അന്യന്റെ ശേഷികൾ കണ്ടെത്തുന്നത് മനുഷ്യത്വമാണ്. നമ്മുടെ കുറ്റങ്ങൾ വിളമ്പി നടക്കുന്നവരോട് പകരം വീട്ടേണ്ടത് അവരുടെ കഴിവുകളുടെ വിരുന്നൊരുക്കിയാകണം.